ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ ഒക്കെ കൂടുതലായിട്ടും കാണുന്ന ഒന്നാണ് പരസ്പരം ഉള്ള ഈ ഒരു അവോയ്ഡിങ്. കുറച്ച് മുമ്പിൽ നിൽക്കുന്നത് ഇക്കാര്യത്തിലെ പെൺകുട്ടികളാണ്. കാരണം വാശിയും പിണക്കവും ഒക്കെ കുറച്ചധികം കൂടുതൽ പെൺകുട്ടികൾക്കാണല്ലോ. ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പെൺകുട്ടി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയായിട്ട് തിരികെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങൾ ആൺകുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇഗ്നോർ ദം ആണ്. അതായത് നിങ്ങളോട് വാശി അല്ലെങ്കിൽ പിണക്കം ഒക്കെ കാണിക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ ആ റിലേഷൻഷിപ്പിൻ്റെ കാര്യമേ അങ്ങ് മറന്നേക്കുക കുറച്ച് ദിവസത്തേക്ക്. ഇങ്ങനെ നിങ്ങൾ ഫുള്ളായിട്ട് അവളെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് ആകെ ഒരു വിഷമമാകും. പിന്നെ അവൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാകും, അവളില്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണോ എന്ന്. ഈ ഒരു ചിന്ത ഉള്ളിൽ കിടക്കുകയും പിന്നെ നിങ്ങൾ ആ ഒരു ടൈമിൽ വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് റിലേഷൻഷിപ്പിൽ ആകുമോ എന്നുള്ളൊരു പേടി, ഇതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു പെൺകുട്ടി തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൺകുട്ടികളും തിരിച്ചങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഇഗ്നോർ ചെയ്തു. അവരുടെ മെസ്സേജ് ചിലപ്പോൾ അവരിങ്ങനെ മെസ്സേജ് അയക്കും, എന്നിട്ട് ഡിലീറ്റ് ചെയ്യും. അത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നീ എന്താണ് ഇപ്പോൾ മെസ്സേജ് അയച്ചത്, എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ അവളത് സീൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി വാശിയൊക്കെ എവിടെയും കാണിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജൊക്കെ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യണേ. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യണം. ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം. ഇങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആണ്. അതായത് നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കാൻ പോവുക. നിങ്ങൾക്കും ആ ഒരു പെൺകുട്ടിക്കും ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുക. എന്നിട്ട് അവിടെ പോയിട്ട് കുറേ സ്റ്റാറ്റസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ആ ഒരു പെൺകുട്ടി അത് കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾ അന്നവിടെ പോയതും അന്ന് ആ സ്ഥലത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളും ഇതൊക്കെ ഓർക്കുകയും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ പിണക്കം അല്ലെങ്കിൽ വാശി ഒക്കെ വേണ്ട എന്ന് വെച്ചിട്ട് അവൾ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ട്രിപ്പ് പ്ലാനിങ് ആണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ പെൺകുട്ടിക്കും നിങ്ങൾക്കും താല്പര്യമുള്ളത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പോകണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ട്രിപ്പ് പോകാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ പോകുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കും. ഒന്നില്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സെങ്കിലും അത് ആ ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യും. അങ്ങനെ നിങ്ങൾ ആ ഒരു ട്രിപ്പൊക്കെ പോകുകയും അവിടുത്തെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ ഒപ്പം തിരികെ വരാനുള്ളൊരു ചാൻസ്, അതായത് നിങ്ങളോടൊപ്പം തന്നെ എല്ലാ വാശിയും പിണക്കവും ഒക്കെ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പെൺകുട്ടിക്ക് എന്താണെങ്കിലും ഇഷ്ടമില്ലാത്ത കുറച്ചധികം പെൺകുട്ടികളുണ്ടാവും അല്ലേ. നിങ്ങളോട് ഓവറായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മേത്തൊക്കെ ടച്ച് ചെയ്ത് സംസാരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒന്നും നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിക്ക് എന്താണെങ്കിലും ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടാവുമല്ലോ, ആ ഒരു പെൺകുട്ടിയുടെ മാക്സിമം നല്ല രീതിയിൽ തമാശകളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കണം. ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും പെൺകുട്ടികളാണല്ലോ, പൊതുവേ കുറച്ച് അസൂയയും കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതലാണല്ലോ. ഈ ഒരു അസൂയ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി പിണക്കം ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഒരു സമയം തന്നെ നിങ്ങളോട് വന്ന് മിണ്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി
5-മത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 5-മതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മെസ്സേജാണ്. അതായത് ചില ആൺകുട്ടികളുണ്ട്, ചിലരല്ല, ഒട്ടുമിക്ക ആൺകുട്ടികളും അതെ, അവർക്കങ്ങനെ അധികം നേരം ഒന്നും പിണങ്ങിയിരിക്കാനോ വാശി പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. ശരിയല്ലേ? ഇങ്ങനെ നിങ്ങളുടെ പെൺകുട്ടി വഴക്കുണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഓടിപ്പോയിട്ട് വിഷമം കൊണ്ടൊക്കെ ആവും ഇങ്ങനെ പോയി മെസ്സേജ് അയക്കും. എന്നാലോ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു വിജയിച്ച ആ ഒരു രീതിയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുള്ള വാശി വീണ്ടും കൂടത്തേ ഉള്ളൂ. അതായത് നിങ്ങൾ സോറി പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശരിയല്ലേ? ആ ഒരു പെൺകുട്ടിക്ക് വാശി കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി എത്ര പിണങ്ങി അല്ലെങ്കിൽ എത്ര ദേഷ്യപ്പെട്ടു, ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സോറി അയച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ മാക്സിമം അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ കുറച്ചൊക്കെ ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്താണല്ലോ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ തോന്നുമല്ലോ നിങ്ങളോട്. ഒരു പിണക്കമൊക്കെ മാറിയിട്ട് ഒരു സങ്കടമൊക്കെ തോന്നും, ഇത്രയും ദിവസം മിണ്ടാതിരുന്നല്ലോ, അല്ലെങ്കിൽ അവനിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ തോന്നുകയും അവൾ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പിണങ്ങി അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും പോയി കരഞ്ഞ് കാല് പിടിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. മാക്സിമം അങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. ആരും മെസ്സേജ് ഒന്നും അയക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട. ഇതാണ് നമ്മുടെ 5-മത്തെ കാര്യം. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പിണങ്ങിയിരിക്കുന്ന പെൺകുട്ടിയൊക്കെ തിരികെ വരാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാ പെൺകുട്ടികൾക്കും പൊതുവേ ഉള്ള, അല്ലെങ്കിൽ എല്ലാ ഗേൾസും ചിന്തിക്കുന്നത് ബോയ്സൊക്കെ ഇങ്ങനെ പുറകെ വരണം എന്ന് തന്നെയാണ്. അങ്ങനെ പുറകെ വന്നു കഴിയുമ്പോഴത്തേക്കും സോറിയൊക്കെ പറയുമല്ലോ, ആ ഒരു ടൈമിൽ മാക്സിമം അങ്ങോട്ട് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ഒട്ടുമിക്ക എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരിപ്പം മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചൊന്നും ആരും നടക്കേണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരായിട്ട് തന്നെ തിരികെ വന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.